Welcome to Plus 2 Mathematics, Chapter 10, Vector Algebra. Scalar പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസും ഡെഫിനിഷനും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ ക്ലാസ്സിൽ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യണം. അതിനു മുമ്പ് രണ്ടുമൂന്ന് റിമാർക്സ് കൂടിയുണ്ട്. ആ റിമാർക്സ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ റിമാർക്ക് നമ്പർ 1. നമ്മളിവിടെ പഠിച്ചു സ്കേലാർ പ്രോഡക്റ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? A dot B is equal to dot B. എങ്ങനെയാണ് വായിക്കുന്നത്? A dot B, scalar product of two vectors. A dot B is equal to modulus A modulus B into cos theta. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ആംഗിൾ പറയാൻ പറ്റും അല്ലെ? cos theta is equal to what? cos theta is equal to A dot B divided by modulus A into modulus B. മോഡുലസ് എയും മോഡുലസ് ബിയും ഒരു നമ്പർ ആണ്, നിങ്ങൾക്ക് അറിയാം. എ ഡോട്ട് ബി നമുക്കൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ദാറ്റ് നമ്പർ, ഫ്രാക്ഷൻ വരുന്ന ആ ഒരു പോയിന്റ് വരുന്ന ഒരു നമ്പർ. തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് നമ്പർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഏത് രണ്ട് വെക്ടേഴ്സ് തന്നിരുന്നാലും അതിനിടയിലുള്ള ആംഗിൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് വെക്ടേഴ്സ് തരും. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുക, ഡിവൈഡ് ബൈ മോഡുലസ് കൊണ്ട്, അതിന്റെ ഓരോന്നിന്റെയും മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഒന്നാമത്തെ റിമാർക്ക്. അപ്പൊ അതിനകത്ത് തന്നെ ഇത് എ പാർട്ട് ആയിട്ട് എഴുതാം. ഒരു ബി പാർട്ട് ഉണ്ട്. ദാറ്റ് ഈസ് എ ഡോട്ട് എ എന്തായിരിക്കും? എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി കോസ് തീറ്റ ആണ്. അപ്പോൾ സെയിം വെക്ടർ, രണ്ട് വെക്ടർ മാത്രം അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും? എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു മോഡുലസ് എ. ഈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാം എ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു കോസ് എന്തായിരിക്കും? അതിന്റെ ഇടയിലുള്ള ആംഗിൾ, ഒരേ വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും ഒബ്വിയസ്ലി. കോസ് 0. കോസ് 0യുടെ വാല്യൂ എന്താണ്? കോസ് 0 is 1. മോഡ് എ ഇൻറ്റു മോഡ് എ, ദാറ്റ് ഈസ് മോഡ് എ സ്ക്വയർ. കോസ് 0 is 1. അപ്പം എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. അപ്പം നമുക്ക് അതിനെ മോഡുലസ് എ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് എ ഡോട്ട് എ. നിങ്ങൾക്ക് അറിയാം എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് ഒരു സ്കെയിലാർ ആണ്. ആ റിസൾട്ടിന്റെ ഒരേ നമ്പർ വെച്ച് തന്നെ ഡോട്ട് പ്രോഡക്റ്റ്, ഒരേ വെക്റ്റർ വെച്ച് തന്നെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതിന്റെ റിസൾട്ടിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഒരു വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മോഡുലസ് എന്ന് പറയുന്നത്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ ലെങ്തിനെയാണ് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് വേർഡ്സിൽ എഴുതാം. ദ ലെങ്ത് ഓഫ് എനി വെക്ടർ എ ഇസ് ദ നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്കേലാർ പ്രോഡക്റ്റ് എ ഡോട്ട് എ. റിമാർക്ക് ബി പാർട്ടിന്റെ സൈഡിലേക്ക് ഇങ്ങനെ കൂടി നമുക്ക് എഴുതാൻ സാധിക്കും. ദ ലെങ്ത് ഓഫ് എനി വെക്ടർ എ ഇസ് ദ നോൺ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്കേലാർ പ്രോഡക്റ്റ് എ ഡോട്ട് എ. റിമാർക്ക് നമ്പർ 2. ഇതിനകത്ത് നമുക്ക് ഐ ഡോട്ട് ഐ ഒന്ന് നോക്കാം. ഐ ഡോട്ട് ഐ. ഐ എന്താണെന്നൊക്കെ അറിയാം. ഐ ഇസ് ദ യൂണിറ്റ് വെക്ടർ along the direction x axis. അതുപോലെ ജെ എന്ന് പറയുന്നത് ജെ ഇസ് ദ യൂണിറ്റ് വെക്ടർ along the direction y axis. കെ ഇസ് ദ യൂണിറ്റ് വെക്ടർ along the direction z axis. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡും ഒക്കെ നമുക്ക് അറിയാം. ഐ ഡോട്ട് ഐ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എഴുതാം ഐ മോഡുലസ് ഐ ഇൻറ്റു മോഡുലസ് ഐ അല്ലെ? ഐ ഇൻറ്റു എ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ഇൻറ്റു കോസ് തീറ്റ. നമ്മൾ നേരത്തെ എ ഡോട്ട് എ എഴുതിയ കണക്ക് ഐ ഡോട്ട് ഐ പറയുമ്പോൾ മോഡുലസ് ഐ ഇൻറ്റു മോഡുലസ് ഐ ഇൻറ്റു കോസ് 0. അതിന് ഒരേ വെക്ടർ ആയതുകൊണ്ട് അതിന്റെ ഇടയിലുള്ള ആംഗിൾ 0 ആയിരിക്കും. അപ്പൊ മോഡുലസ് ഐ സ്ക്വയർ വന്നു. ഐ സ്ക്വയർ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയാം മോഡുലസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1, ഇതെല്ലാം 1 ആണ്. ആ മോഡുലസ് ഐ 1 വീണ്ടും മോഡുലസ് ഐ 1, കോസ് 0യുടെ വാല്യൂ 1. അപ്പൊ ഐ ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എഴുതാം ജെ ഡോട്ട് ജെ. ജെ ഡോട്ട് ജെ അതിന്റെ ഒരു ക്യാപ്പ് കൊടുത്തിട്ട് അത് യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണിച്ചിരിക്കണം. ഇസ് ഈക്വൽ ടു 1 ആൻഡ് കെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഇത് ഇങ്ങനെയാണ് കിട്ടിയത്. അതോടെ സൈഡിൽ എഴുതി കാണിച്ചോളാം. ഇത് ഇത്രയും ഇത് ഒരു റിമാർക്കാണ്. അതായത് ഒരേ ഐയുടെയും ജെയുടെയും കെയും എന്ന യൂണിറ്റ് വെക്ടേഴ്സിന്റെ അതേ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ വരുന്നത്. അതുപോലെ ഐ ഡോട്ട് ജെ എന്ന് എടുത്തു നോക്കാം. ഐ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു, അത് നമുക്കത് ഈ ഡെഫിനേഷൻ വെച്ച് തന്നെ പറയാം. മോഡുലസ് ഐ ക്യാപ്പാണ്, ഇവിടെയൊക്കെ ക്യാപ്പാണ് കൊടുക്കേണ്ടത്.
യൂണിറ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ വൈയുടെ മോഡുലസ് 1 തന്നെയാണ്. മോഡുലസ് ഐ ഇൻറ്റു മോഡുലസ് ജെ ഇൻറ്റു കോസ്, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? ഐ ജെ, ഇവയുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഐയുടെ ഡയറക്ഷൻ എക്സ് ആക്സിസിലേക്കാണ്. ഒറിജിനിൽ നിന്ന് ആ എക്സ് ആക്സിസിലേക്ക് കിടക്കുന്ന യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു വെക്ടറാണ് ഐ. അതുപോലെ തന്നെ ജെ എന്ന് പറയുന്നത് വൈ ആക്സിസിൽ, ഒറിജിനിൽ നിന്നും വൈ ആക്സിസിലേക്ക് യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു വെക്ടറാണ് ജെ. അപ്പൊ എക്സ് ആക്സിസിനും വൈ ആക്സിസിലുമാണ് ഈ ഐയും ജെയും കിടക്കുന്നത്. അപ്പൊ അതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 90 ഡിഗ്രി അല്ലെ. എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അവിടെ ഇസഡ് ആക്സിസ് വന്നാലും അതും എല്ലാ ആക്സിസുമായിട്ടും മേക്ക് ചെയ്യുന്നത് ആംഗിൾ 90 ഡിഗ്രിയാണ്. നിങ്ങൾക്കറിയാം എക്സ് വൈ ഇസഡ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ്, ഈ 3 ആക്സിസും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ആണ് അത്. എക്സ് ആക്സിസ് ആണ് അത്. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾ ആയിട്ട് കൊടുക്കാം കോസ് 90 അല്ലെ. അപ്പൊ മോഡുലസ് ഐ ഇസ് 1 into modulus j is 1 and to cos 90 is, what is cos 90? It is 0. 0 is the answer. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 വന്നാൽ ആ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെ ഐ ഡോട്ട് ജെ എന്ന് പറഞ്ഞ 0 ആണ്. നമുക്ക് ഡയറക്റ്റ് തന്നെ പറയാം ഐ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു 0. അതുപോലെ ജെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു 0. പരസ്പരം പെർപെൻഡിക്കുലർ ആണ് ഇവർ. ആൻഡ് ഐ ഡോട്ട് k is equal to 0. അപ്പോൾ ഈ ഐ ജെ കെ 3 വെക്ടേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഓർത്തോഗണൽ ട്രയാഡ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് എഴുതാം the unit vectors i, j, k are mutually perpendicular vectors and are called orthogonal triad. TRIAD എന്ന് വിളിക്കാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എല്ലാ വെക്ടേഴ്സിനെയും. റിമാർക്ക് 3 ആയിട്ട് എഴുതാം. ഒരു വെക്ടർ നമ്മൾ a1i പ്ലസ് a2j പ്ലസ് a3k, ഐ ജെ കെ എന്ന കമ്പോണൻസ് വെച്ചിട്ടാണ് ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. a1i പ്ലസ് a2j പ്ലസ് a3k എന്ന വെക്ടർ കറസ്പോണ്ടിങ് ടു എ യുണീക് പോയിന്റ് a1, a2, a3. അത് നമ്മൾ നേരത്തെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ് പഠിച്ച കാര്യം തന്നെയാണ്. അപ്പൊ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ 3 ആക്സസ് വരുന്നു. നമ്മൾ വരയ്ക്കുന്നു, പേരൊക്കെ കൊടുക്കാം. ഒറിജിൻ എക്സ്, വൈ, ഇസഡ്. നമ്മൾ സ്പേസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, a1, a2, a3. ഈ പോയിന്റിന്റെ എന്താണ് ഈ വെക്ടർ? a1i പ്ലസ് a2j പ്ലസ് a3k എന്നാണ് പഠിച്ചത്. ഇതിന്റെ പൊസിഷൻ വെക്ടർ ആണ് അല്ലെ. പൊസിഷൻ വെക്ടർ ആണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഈ ഒരു യുണീക് പോയിന്റ് ആയിരിക്കും അത്. അപ്പം ഈ ഒരു പോയിന്റ്, ഈ ഒരു വെക്ടർ നമുക്ക് എഴുതാം a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് നമുക്ക് ഈ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. ഇറ്റ് ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് a1, a2, a3. ഇത് ഒരു യുണീക് പോയിന്റ് ആയിരിക്കും. കാര്യം ഈ ഒരു പൊസിഷൻ വെക്ടറിന് ആ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് നമുക്ക് റിമാർക്ക് 3 ആയിട്ട് എഴുതേണ്ടത്. അപ്പം റിമാർക്ക് 3 ആയിട്ട് എഴുതാം. എ വെക്ടർ a1i പ്ലസ് a2j പ്ലസ് a3k കറസ്പോണ്ട്സ് ടു എ യുണീക് പോയിന്റ് a1, a2, a3 ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് വെച്ചാൽ തിരിച്ചും അത് ശരിയായിരിക്കും. ഒരു a1, a2, a3ക്ക് ഒരു യുണീക് വെക്ടറേ ഉണ്ടാവുകയുള്ളൂ, a1i പ്ലസ് a2j പ്ലസ് a3k. അടുത്തത് ഐഡന്റിറ്റീസ് ആണ്. കുറച്ച് ഐഡന്റിറ്റീസ് വെക്ടറിന്റെ ഫോമിൽ പഠിക്കുന്നു. പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. നമുക്ക് പറയാവുന്ന a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഐഡന്റിറ്റീസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ നോക്കാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ വെക്ടറിലാണ് സംഭവം പഠിക്കുന്നത്. വെക്ടറിലാവുമ്പോൾ എക്കും ഒരു വെക്ടർ സിമ്പിൾ കൊടുക്കണം. എയും ബിയും വെക്ടേഴ്സ് ആണ്. അതിന്റെ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതിന്റെ സമ്മിന്റെ, ആ വെക്ടേഴ്സിന്റെ സമ്മിന്റെ സ്ക്വയർ എത്രയായിരിക്കും? നമ്മൾ സാധാരണ പഠിച്ച ആ ഐഡന്റിറ്റി തന്നെയാണിത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എ ഇൻറ്റു എ ആണ് അല്ലെ. എ ഇൻറ്റു എ, ദാറ്റ് ഇസ് എ സ്ക്വയർ. അത് ഇൻറ്റു എന്ന് പറയുന്നത് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു വെക്ടേഴ്സിൽ 2 തരം പ്രോഡക്റ്റ് ഉണ്ട്, വെക്ടർ സ്കെയിലാർ പ്രോഡക്റ്റും വെക്ടർ പ്രോഡക്റ്റും. അപ്പം ഇത് ഈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റീസിൽ ബാധകമാകുന്നത് എങ്ങനെയാണ്? ഡോട്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. എ ഡോട്ട് എ സ്ക്വയറിന് പകരം നമ്മൾ എഴുതുന്നു പ്ലസ് 2ab.
2a ഡോട്ട് ബി അല്ലെ. 2ab നമുക്ക് എഴുതാൻ പറ്റില്ല, അതിന്റെ ഒരു പ്രോഡക്റ്റിന് കാണിക്കണം വ്യക്തമായിട്ട് പ്രോഡക്റ്റ് സ്കെയിലാർ പ്രോഡക്റ്റ് a ഡോട്ട് ബി പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയറിന് നമ്മൾ എഴുതുന്നു ബി ഡോട്ട് ബി ഡോട്ട് ബി. ഓക്കെ, അപ്പൊ എ ഡോട്ട് എ എന്താണെന്ന് പഠിച്ചിരുന്നു, മോഡുലസ് എ സ്ക്വയർ പ്ലസ് 2ab. അത് നമുക്കതിന് കോമൺ ആയിട്ട് ജനറലൈസ് ഒന്നും ചെയ്ത് എഴുതാൻ പറ്റില്ല. 2a ഡോട്ട് ബി പ്ലസ് ബി ഡോട്ട് ബി നമ്മൾ പഠിച്ചിരുന്നു മോഡുലസ് ബി സ്ക്വയർ. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഐഡന്റിറ്റി സെയിം, അതിന്റെ വ്യത്യാസങ്ങളൊക്കെ നോക്കിക്കൊള്ളുക. മോഡുലസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയും രണ്ടാമത്തെ ഐഡന്റിറ്റിയും എഴുതാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം, മോഡുലസ് എ സ്ക്വയർ, മോഡുലസ് വേണ്ട എ സ്ക്വയർ എന്ന് പറയാം, എ സ്ക്വയർ മൈനസ് 2ab ദാറ്റ് ഇസ് 2a ഡോട്ട് ബി പ്ലസ് ബി സ്ക്വയർ മോഡുലസ് ബി സ്ക്വയർ. അത് ഐഡന്റിറ്റി ചെയ്ത് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആ വെക്ടർ കൊടുക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തോളാം. മൂന്നാമത്തത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്കറിയാം അതിന്റെ ഐഡന്റിറ്റിയുടെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, അതിന്റെ ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് വെക്ടർ ആയതുകൊണ്ട് ഇതിനകത്ത് എ സ്ക്വയറിന് പകരം നമ്മൾ മോഡുലസ് എ സ്ക്വയർ കൊടുക്കുന്നു, ബി സ്ക്വയറിന് പകരം നമ്മൾ കൊടുക്കുന്നു മോഡുലസ് ബി സ്ക്വയർ, മോഡുലസ് ബി സ്ക്വയർ. ഇതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നമ്മൾ വെക്ടർ ഇല്ലാതെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ വെക്ടർ വേണ്ട, വെക്ടർ നമുക്ക് പിന്നെ എഴുതാം. വെക്ടർ ഇല്ലാതെ ഈ റിസൾട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇതിനകത്ത് വെക്ടർ കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം, വെക്ടറിന്റെ ഒരു സിമ്പിൾ കൊടുത്താൽ മതി, എ പ്ലസ് ബി, എക്കും ബിക്കും വെക്ടർ സിമ്പിൾ കൊടുത്തു. ഇൻറ്റു എന്ന് പറയുന്നത് ഇവിടെ സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. സ്കെയിലാർ പ്രോഡക്റ്റിലെ ഈ ഐഡന്റിറ്റീസ് ഒക്കെ പോസിബിൾ ആവുള്ളൂ, അത് ഓർത്ത് വെക്കുക. അപ്പൊ 3 ഐഡന്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്, അതിപ്പോ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 3 ഐഡന്റിറ്റീസ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാനുള്ള കാര്യമില്ല. വെക്ടേഴ്സിന്റെ ഒരു വെർഷനിലേക്ക് വരുമ്പോൾ അതിന്റെ ഉണ്ടാകുന്ന ചേഞ്ചസ് അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്ഷൻ, സ്കെയിലാർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ്. എന്താണ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി അതേ ഉള്ളൂ. ദാറ്റ് ഈസ് വെക്ടർ എ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, a1i പ്ലസ് a2j പ്ലസ് a3k. ഇതാണ് ആ ഒരു കമ്പോണൻസ്, സ്കെയിലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് വേറൊരു പേരിട്ടിട്ട് വിളിക്കുന്നത്. സ്കെയിലാർ കമ്പോണൻസ് തന്നെയാണ് a1 a2 a3 എന്നുള്ള പോയിന്റ്സുകളാണ്, ആ ഒരു ടേംസ് ഒരു നമ്പേഴ്സുകളാണ് ഈ റെക്ടാങ്കുലർ കമ്പോണൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബി എന്ന വെക്ടറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, b1i പ്ലസ് b2j പ്ലസ് b3k. ഇങ്ങനെ നമുക്ക് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നോക്കുന്നത്. വളരെ എളുപ്പമാണിത്. എ ഡോട്ട് ബിയുടെ ആൻസർ എന്ന് പറയുന്നത് ഐയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, a1b1 പ്ലസ് ജെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, a2b2 പ്ലസ് കെയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക, a3b3. അപ്പൊ ഇത് ഈ ഒരു എല്ലാം സ്കെയിലേഴ്സ് ആണ്. a1 b1 a2 b2 ഒക്കെ സ്കെയിലർ ആണ്. സ്കെയിലറിന്റെ മൾട്ടിപ്ലിക്കേഷൻ സ്കെയിലർ ആയിരിക്കും. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കെയിലർ കിട്ടും അല്ലെ. എ ഡോട്ട് ബിയുടെ റിസൾട്ട് എന്തേ ആകാൻ പാടുള്ളൂ, സ്കെയിലാറേ ആവാൻ പാടുള്ളൂ. അതുകൊണ്ടാണല്ലോ അതിനെ സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. അപ്പൊ നമുക്ക് 2 വെക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 2 വെക്ടേഴ്സ് a1 a വെക്ടർ a എന്ന് പറയുന്നത് 2i മൈനസ് 3j പ്ലസ് k എന്നും, വെക്ടർ ബി എന്ന് പറയുന്നത് മൈനസ് 2i പ്ലസ് j മൈനസ് 5k എന്നും എഴുതി നോക്കാം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുകയാണ്. എ ഡോട്ട് ബി എന്താണെന്ന് പറഞ്ഞു, ഐയുടെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 2 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് ജെയുടെ കമ്പോണൻസ്, ജെയുടെ കോഎഫിഷ്യൻസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് 3 ഇൻറ്റു പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 3 പ്ലസ് ഇനി കെയുടെ കോഎഫിഷ്യൻസ് മൈനസ് 5ഉം ഇവിടെ പ്ലസ് 1ഉം ദാറ്റ് ഈസ് മൈനസ് 5. Which is the answer minus 3 minus 7 minus 7 minus 5 minus 12. അപ്പോൾ എ ഡോട്ട് ബിയുടെ ആൻസർ എത്ര വന്നത്, മൈനസ് 12 വന്നു. എ ഡോട്ട് ബി നെഗറ്റീവ് ആയാൽ ആംഗിളിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ആംഗിൾ ഒബ്റ്റ്യൂസ് ആകും. അതൊന്നും ചോദ്യമില്ല. എ ഡോട്ട് ബി എത്രയാണെന്ന് ചോദിക്കുന്നു. ഇങ്ങനെ വേണം റെക്ടാങ്കുലർ കമ്പോണൻസ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട്. ഇത് എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് വിശദമായ ടെക്സ്റ്റ് കിടപ്പുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ റിസൾട്ട് ശ്രദ്ധിച്ചു വെക്കുക. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു a1 plus
a1 b1 plus a2 b2 plus a3 b3. അപ്പോൾ സ്കെയിലാർ പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് എഴുതി. ലെറ്റ് two vectors a and b രണ്ട് വെക്ടേഴ്സ് ആയിട്ട് എഴുതി. then their scalar product is this one എന്ന് എഴുതി ബോക്സ് വരച്ചിട്ടേക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു വെക്ടർ രണ്ട് വെക്ടേഴ്സും കാണിച്ച് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റുമായിട്ട് എഴുതിക്കോളാം. അടുത്തത് കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി. രണ്ട് വെക്ടേഴ്സ് തന്നിട്ട് അത് പെർപെൻഡിക്കുലർ ആണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് എ ഡോട്ട് ബി എന്തായാൽ 0 ആണെങ്കിൽ അതിന്റെ ആ രണ്ട് വെക്ടേഴ്സ് എന്തായാലെന്ന് പറയാം? പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം അല്ലെ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ 0 ആയിരിക്കും. കാര്യം എന്താ? അതിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. അപ്പൊ cos 90 എടുക്കുമ്പോൾ 0 ആയി പോകും. അങ്ങനെ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് 0 കിട്ടും. If two vectors a and b are perpendicular, then their dot product അല്ലെങ്കിൽ then the scalar product is 0. അപ്പോൾ അതിനെ നമുക്ക് കമ്പോണൻസ് വെച്ച് പറയാം. ഇപ്പൊ പഠിച്ച എന്താണ്? എ ഡോട്ട് ബിയുടെ കമ്പോണൻസ്. എ എന്ന വെക്ടർ a1i പ്ലസ് a2j പ്ലസ് a3k ആണെങ്കിൽ, അതായത് a1 a2 a3 എയുടെ കമ്പോണൻസ് ആണെങ്കിൽ, അതുപോലെ ബിയുടെ കമ്പോണൻസ് b1 b2 b3 ആണെങ്കിൽ നമുക്കതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡോട്ട് പ്രോഡക്റ്റ് ഈസ് a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇഫ് എനി ടു വെക്ടേഴ്സ് a is equal to a1i plus a2j plus a3k and b is equal to b1i plus b2j plus b3k are perpendicular vectors, then their dot product is 0, which implies a1 b1 plus a2 b2 plus a3 b3 equal to 0. ഇതേപോലെ നമുക്ക് ഈ കമ്പോണൻസ് വെച്ചുകൊണ്ട് പാരലലിസത്തിന്റെ കണ്ടീഷൻ നേരത്തെ പഠിച്ചതാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ പാരലലിസം? ഇഫ് ടു വെക്ടേഴ്സ് a1i plus a2j plus a3k and b1i plus b2j plus b3k are parallel vectors, then their components തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. പ്രൊപ്പോർഷണൽ ആയിരിക്കും അവരുടെ കമ്പോണൻസ്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. a1 by b1 is equal to a2 by b2 is equal to a3 by b3. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് കിട്ടിയാൽ അത് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ അതിന്റെ മോഡുലസ് 1 യൂണിറ്റ് വെക്ടർ ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന്റെ റെക്ടാങ്കുലർ കമ്പോണൻസ് മാത്രം ഉണ്ടായിരുന്നാൽ മതി. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കണം. എക്സാമ്പിൾസ് എന്ന് എഴുതേണ്ട, ഒരു ഹെഡിങ് ആയിട്ട് എഴുതണം. കോഷി ഷോസ് ഇനീക്വാളിറ്റി. കോഷി ഷോസ് എന്ന രണ്ട് സയന്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ച ഇനീക്വാളിറ്റി ആണിത്. ഫോർ എനി ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വി ഓൾവേസ് ഹാവ് എ ഡോട്ട് ബി മോഡുലസ് ഓഫ് എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. അപ്പൊ രണ്ട് വെക്ടേഴ്സ്, ആ ഇൻറ്റു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സാധാരണ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ട് അതിന്റെ മോഡുലസ് എടുക്കുന്നു. ഇപ്പൊ രണ്ടും നമ്പേഴ്സ് ആണ്. പക്ഷെ ഐ ഡോട്ട് ബിയുടെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? കുറഞ്ഞിരിക്കും. നമ്മൾ ജോമെട്രിക്കൽ റെപ്രസെന്റേഷനിൽ കണ്ടതാണ് വാട്ട് ഈസ് എ ഡോട്ട് ബി എന്നുള്ളത്. അപ്പോൾ ആ എ ഡോട്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എയുടെയും ബിയുടെയും മൾട്ടിപ്ലിക്കേഷനിൽ നിന്നും കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ വിളിക്കുന്നത് കോഷി ഷോസ് ഇനീക്വാളിറ്റി. അപ്പോൾ ഇതിനകത്ത് അതിന്റെ പ്രൂഫായിട്ട് തന്നെ എഴുതുക. ദ ഇനീക്വാളിറ്റി ഹോൾഡ്സ് ട്രിവിയലി വെൻ എയ്തർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0. എ 0യോ ബി 0യോ എയും ബിയും രണ്ടും 0 ആയാലും നമുക്ക് ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും. അതായത് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ ഡോട്ട് ബി 0 ആയി പോവും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 × 0 അല്ലെ. അല്ലെങ്കിൽ ഒരെണ്ണം 0 ആയാലും മതി. രണ്ട് സൈഡ് 0 ആവും. നമുക്ക് ഈ കോഷി ഷോസ് ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയാം 0 ആണെങ്കിൽ. 0 അല്ലാത്ത കേസിൽ നമുക്കിവിടെ അറിയാമായിരുന്നു കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ഇനീക്വാളിറ്റിയില് എയും ബിയും ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയത് മോഡുലസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. അതെന്ന് പറയുന്നത് കോസ് തീറ്റ ആണ്. കോസ് തീറ്റയുടെ വാല്യൂ എപ്പോഴും 1ൽ കുറവായിരിക്കും അല്ലെ. -1 to 1 ആണല്ലോ കോസ് തീറ്റയുടെ സൈൻ തീറ്റയുടെയും വാല്യൂ. അപ്പം മോഡുലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1ൽ എപ്പോഴും കുറഞ്ഞു നിൽക്കും അല്ലെ. അപ്പോ അതിനകത്ത് നമുക്ക് ഈ ഒരു കോസ് തീറ്റ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി.
അപ്പോൾ ഇങ്ങനെ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ആംഗിളിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് ആൻസർ എഴുതുന്നത്. എ ഡോട്ട് ബിയുടെ എല്ലാം മോഡുലസ് കൊടുത്തിട്ടാണ് അവർ എഴുതുന്നത്. അതുപോലെ അടുത്ത ഹെഡിങ് ആയിട്ട് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി നമുക്കറിയാം എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു എ പ്ലസ് മോഡുലസ് എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് എ ഇൻറ്റു പ്ലസ് മോഡുലസ് ബി. അത് വെക്ടർ ചേർത്ത് എഴുതിയിരിക്കുന്നു. മോഡുലസ് എ പ്ലസ് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് എ പ്ലസ് മോഡുലസ് ബി. അപ്പോൾ അതും ട്രിവിയൽ 0 ആണെങ്കിൽ ട്രിവിയൽ ആണ് അല്ലെ. രണ്ട് സൈഡും നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം 0 ആക്കി എടുക്കാം. എ 0 ആണെങ്കിൽ മോഡുലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ബി എന്ന് തന്നെ കിട്ടും. അത് ശരിയാണ്, ഈക്വൽ ടു ആണല്ലോ അവിടെ. അല്ലെങ്കിൽ ബി 0 ആണെങ്കിൽ മോഡുലസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ എന്ന് കിട്ടും. അതും ട്രിവിയൽ റിസൾട്ട് ആണ്. അത് ഹോൾസ് ട്രിവിയലി. അപ്പൊ എയും ബിയും ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ ദി ഇനീക്വാളിറ്റി ഹോൾസ്. അത് അല്ല, ഈക്വൽ ടു എയും ബിയും 0 അല്ല എങ്കിൽ നമുക്ക് എ പ്ലസ് ബി എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് 0 നോട്ട് ഈക്വൽ ടു ബി. മോഡുലസ് ബി 0 അല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മോഡുലസ് മാറ്റുകയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി. ഈ റിസൾട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? എ ഡോട്ട് എ ഇസ് ഈക്വൽ ടു മോഡുലസ് എ സ്ക്വയർ. ആ റിസൾട്ട് നമ്മൾ പഠിച്ചിരുന്നു. അത് വെച്ച് ആ എക്ക് പകരം എ പ്ലസ് ബി കൊടുത്തിരിക്കുന്നു. മോഡുലസ് എ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി. അപ്പൊ അതിന്റെ റിസൾട്ട് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുന്നതാണ് താഴോട്ട്. അതായത് എ നമ്മൾ സാധാരണ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ എ ഇൻറ്റു എ ചെയ്യും അല്ലെ. അപ്പം അവിടെ എ ഡോട്ട് എ, അതുപോലെ എ ഡോട്ട് ബി അതുണ്ട്, അതുപോലെ ബി ഡോട്ട് എ അതിവിടെ ഉണ്ട്, ബി ഡോട്ട് ബി. അപ്പൊ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് എ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ മോഡുലസ് എ സ്ക്വയർ പ്ലസ് എ ഡോട്ട് ബിയും ബി ഡോട്ട് എയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിനെ ഒരുമിച്ച് 2 എ ഡോട്ട് ബി എന്ന് എഴുതാം പ്ലസ് ബി ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡുലസ് ബി സ്ക്വയർ. അപ്പൊ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇനീക്വാളിറ്റിക്ക് അത് വെച്ചിട്ട് നമ്മൾ തൊട്ട് മുന്നേ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ മോഡുലസ് എ സ്ക്വയർ പ്ലസ് 2 എ ഡോട്ട് ബി പ്ലസ് മോഡുലസ് ബി സ്ക്വയർ. ഇത് എന്ന് പറയുന്നത് ഈ എ ഡോട്ട് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം അല്ലെ. അപ്പം മോഡുലസ് കൊടുക്കുമ്പോൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അഥവാ നെഗറ്റീവായി പോയാൽ ഈ ഗ്രേറ്റർ ദാൻ അവിടെ ഹോൾഡ് ചെയ്യുന്നത് റിസൾട്ടാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഈക്വൽ ടു എന്നുള്ള റിസൾട്ട് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് സിൻസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എക്സ്. അത് ആ റിസൾട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ലെസ് ദാൻ എന്ന് എഴുതി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതി. അതുപോലെ ഇവിടെ ഈ ഒരു റിസൾട്ടിന് പകരം വീണ്ടും നമുക്ക് മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി എന്ന് എഴുതി. അതായതാണ് കോഷി ഷോസ് ഇനീക്വാളിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞ ഇനീക്വാളിറ്റി വെച്ചിട്ടാണ് അത് എഴുതിയത്. ഫ്രം എക്സാമ്പിൾ 19 തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമുക്ക് എഴുതാം ഫ്രം കോഷി ഷോസ് ഇനീക്വാളിറ്റി വെച്ചിട്ട് ഇത് മാറ്റി എഴുതി. എ ഡോട്ട് ബി ലെസ് ദാൻ ഈക്വൽ ടു മോഡുലസ് എ മോഡുലസ് ബി. അപ്പൊ ഈ റൈറ്റ് സൈഡ് എന്തായി മാറി? മോഡുലസ് എ പ്ലസ് മോഡുലസ് ബി ദ ഹോൾ സ്ക്വയർ ആ ഒരു ഇക്വേഷനായി മാറി. അപ്പൊ നമുക്ക് തുടങ്ങിയത് മോഡുലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ്, ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ട് ഈ ഫസ്റ്റും ലാസ്റ്റും കൂടി നമുക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതാം. എ പ്ലസ് ബി മോഡുലസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ പ്ലസ് മോഡുലസ് ബി. ഇനി ആ സ്ക്വയർ അങ്ങ് മാറ്റാം രണ്ട് സൈഡിൽ നിന്നും. മോഡുലസ് എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് എ പ്ലസ് മോഡുലസ് ബി. അടുത്ത സെക്ഷനാണ് പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. അത് വളരെ ഇമ്പോർട്ടന്റും ആണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു സെക്ഷനാണിത്. ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. അപ്പൊ ഇക്വേഷൻ പഠിക്കുന്നതിന് മുൻപ് അത് എന്താണ് അതിന്റെ കൺസെപ്റ്റ്, എന്തിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കണം. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ ഓൺ അനദർ വെക്റ്റർ. അപ്പൊ രണ്ട് വെക്റ്റർ ഉണ്ട്. ഒരു വെക്റ്ററിന് മറ്റൊരു വെക്റ്ററിന് മേലുള്ള പ്രൊജക്ഷൻ, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം, രണ്ട് വെക്റ്റർ വരച്ച് നോക്കാം. ഒരു വെക്റ്റർ എ എന്നൊരു വെക്റ്റർ, വെക്റ്റർ എ, വെക്റ്റർ എയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. അതുപോലെ അടുത്ത വെക്റ്റർ വെക്റ്റർ ബി, വെക്റ്റർ ബി. ഓക്കെ, വെക്റ്റർ ബി മാർക്ക് ചെയ്യുന്നു, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊജക്ഷൻ ഓഫ് ദ വെക്റ്റർ എ ഓൺ ബി. അപ്പൊ അതൊന്ന് എഴുതാം.
അതിന്റെ ഹെഡിങ് ആയിട്ട് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി, അതിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തിരിച്ചും വരാം, പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എയും വരാം. അപ്പോ ഇങ്ങനെ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്, ഇക്വേഷൻ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇതിന്റെ മീനിങ് എന്താണ്, ഈ എക്ക് ബിന്മേൽ ഉണ്ടാകുന്ന പ്രൊജക്ഷൻ. ഇപ്പൊ അതായത് നമ്മൾ ഇവിടെ നിന്നൊരു ടോർച്ച് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ലൈറ്റ് ഇവിടെ വന്ന് വീഴുന്നു, ഇതിന്റെ ഒരു ഷാഡോ ഇവിടെ ഫോം ചെയ്യും അല്ലെ. ഇതിന്റെ ഒരു ഷാഡോ എന്ന് പറയുമ്പം ഇത്രയും ഭാഗത്ത് ഒരു ഷാഡോ വീഴും. അതായത് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരെ ഉള്ള ഡിസ്റ്റൻസ് വരെ ഒരു ഷാഡോ ഫോം ചെയ്യും. അതായത് വെക്ടർ എയുടെ ഷാഡോ വെക്ടർ ബിന്മേൽ പതിയും. അപ്പൊ അത്രയും ഭാഗത്തിന്റെ ലെങ്തിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നത്, പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ എ ഓൺ ബി. അപ്പൊ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു, ട്രയാങ്കിളിന് ഒരു പേരൊക്കെ കൊടുക്കാം, എ ബി സി എന്ന ട്രയാങ്കിൾ. ഈ രണ്ട് വെക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊജക്ഷൻ പറയുന്നത്. ആ രണ്ട് വെക്ടറിന് ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ, ഈ ട്രയാങ്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് കോസ് തീറ്റ എങ്ങനെ പറയാം, കോസ് തീറ്റ ഈസ് എ ബി ബൈ എ സി എന്ന് പറയാം അല്ലെ, എ ബി ബൈ എ സി. അപ്പൊ ഈ കോസ് എ ബി ആണ് എന്ത് എന്ന് പറഞ്ഞു, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു, പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞു. അപ്പം എ ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എ സി ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എ ബി ആണ് എന്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത്. എ സിയുടെ ലെങ്ത് മാത്രം മതി. എ സി എന്ന വെക്ടർ എ ആണ്, സ്മോൾ എ ആണ്, അതിന്റെ ലെങ്ത് മാത്രം. എ സി എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ ഒരു പൈതഗോറസ് തിയറം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, പൈതഗോറസ് തിയറം അല്ല, ആംഗിൾ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ആ ഒരു സൈഡ് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത്, അതിന്റെ അളവ് മാത്രം മതി, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ആ എ സിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മോഡുലസ് എ ആണ്, മോഡുലസ് എ ഇൻറ്റു കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്താണ് നമ്മൾ പഠിച്ചിരുന്നു, angle between two vectors can be calculated by cos theta is equal to a dot b by modulus a modulus b. അപ്പൊ നമുക്ക് ഈ മോഡുലസ് എ അതുപോലെ എഴുതാം. അതുപോലെ കോസ് തീറ്റയ്ക്ക് പകരം ഇവിടെ ഒരു ഡോട്ട് ഒക്കെ, ഇപ്പൊ ഇനി വെക്ടർ വരുമ്പോ ഈ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡോട്ടും ക്രോസും ഒക്കെ കൊടുക്കുന്ന സൂക്ഷിച്ചു വേണം, അതിന് മീനിങ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാതെ ഡോട്ടുകളൊന്നും കൊടുക്കാൻ പാടില്ല, വെറുതെ ഇട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ മോഡുലസ് എ ഇൻറ്റു കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എഴുതുന്നു എ ഡോട്ട് ബി ബൈ, ഡോട്ട് ക്ലിയർ ആയിരിക്കണം, എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് അല്ലെ, കോസ് തീറ്റയുടെ ഇക്വേഷൻ എ ഡോട്ട് ബി ബൈ മോഡുലസ് എ ഇൻറ്റു മോഡുലസ് ബി എന്ന് പഠിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ മോഡുലസ് എ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി, വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ മോഡുലസ് ബി, വിച്ച് ഇസ് ദ ഇക്വേഷൻ ഓഫ് the projection of A on B. അപ്പൊ തിരിച്ച് ഇതുപോലെ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ നമുക്ക് എഴുതാം, അതിന്റെ ഇക്വേഷൻ എഴുതാം, പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ, വെക്ടർ ബി ഓൺ എ, ബിക്ക് തിരിച്ച് പ്രൊജക്ഷൻ എയിലേക്കുള്ള പ്രൊജക്ഷൻ, അതിന് നമ്മൾ എന്താ എഴുതുക, അതിന്റെ ഇക്വേഷനും ഇതേപോലെ തന്നെയാണ്, ബി ഡോട്ട് എ ആണ്, അതായത് എ ഡോട്ട് ബി തന്നെയാണ് അല്ലെ, ബി ഡോട്ട് എയും എ ഡോട്ട് ബിയും ഒക്കെ ഒരേപോലെയാണ്. എ ഡോട്ട് ബി ബൈ മോഡുലസ് എ. Projection of A on B is A dot B by modulus B. Projection of B on A is A dot B by modulus A. On A ഏതിലാണോ പ്രൊജക്ഷൻ പറയുന്നത് അതിന്റെ മോഡുലസ് താഴെ വരും എന്നോർത്താൽ മതി. രണ്ട് വെക്ടറിന്റെയും ഡോട്ട് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ആ ഒരു ഏതിന്റെ പ്രത്യേകാണോ പ്രൊജക്ഷൻ പറയുന്നത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് താഴെ വരണം. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ച് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇത് നമുക്ക് ഇക്വേഷൻ മാത്രം പഠിച്ച് പ്രോബ്ലം ചെയ്യാനേ ഉള്ളൂ. ഇത് എന്താണ് ഈ പ്രൊജക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും അഡീഷണൽ പ്രോബ്ലംസ് ഇതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഹയർ സ്റ്റഡീസിനും കൂടിയാണ്. അപ്പം അതിന്റെ ഒക്കെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം. അപ്പൊ ഇതുവരെ പഠിച്ച തിയറി പാർട്ട് നല്ലതുപോലെ മനസ്സിലാക്കി വെച്ച് അതിന്റെ ഇക്വേഷൻ ഒക്കെ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഈ തിയറി പാർട്ടൊക്കെ ഈ പ്രോബ്ലംസ് ഒക്കെ തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിത്ത് മാഗ്നിറ്റ്യൂഡ് √3 and 2 റെസ്പെക്റ്റീവ്ലി ഹാവിംഗ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു √6. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഇക്വേഷൻ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു
എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് എ മോഡുലസ് ബി. ഇവിടെ എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം റൂട്ട് 6 എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 6 ആണ്, ഡിവൈഡഡ് ബൈ മോഡുലസ് എ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ബൈ മോഡുലസ് ബി, അത് മോഡുലസ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം എയും ബിയും വിത്ത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ മോഡുലസ് എയും മോഡുലസ് ബിയും തന്നിട്ടുണ്ട്, അതുപോലെ എ ഡോട്ട് ബിയും തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കൊരു കോസ് തീറ്റയുടെ വാല്യൂ കിട്ടും. തീറ്റ ഈക്വൽ ടു ആണ് ചോദിക്കുന്നത്, അത് ആംഗിൾ ആണ് ചോദിക്കുന്നത്. തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് ദാറ്റ് വാല്യൂ. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് നമുക്ക് കോസ് തീറ്റ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് 1/√2 ആണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1/√2 എന്ന് പറയുന്നത് π/4 45 ഡിഗ്രി ആണ്. ആംഗിളിന്റെ ആൻസർ 45 ഡിഗ്രി ആണ് വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 വെക്ടർ ആയിട്ട് തന്നിരിക്കുന്നു. ഇതേ ഇക്വേഷൻ തന്നെയാണ്. നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, അതുപോലെ ഇതിന്റെ രണ്ടിന്റെയും കൂടി സ്കെയിലാർ പ്രോഡക്റ്റും അതായത് ഡോട്ട് പ്രോഡക്റ്റും കണ്ടുപിടിക്കണം. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. അപ്പൊ നമുക്ക് 2 വെക്ടേഴ്സിന് പേരൊക്കെ കൊടുക്കാം. ലെറ്റ് A is equal to first vector I minus 2j plus 3k and the second vector vector B is equal to 3i minus 2j plus k. അപ്പൊ നമുക്ക് ആംഗിളിന്റെ ഇക്വേഷൻ അറിയാം. cos theta equal to what? A dot B divided by modulus A into modulus B. അപ്പൊ ഇതിനകത്ത് നിന്ന് ആവശ്യമുള്ളത് A dot B ആവശ്യമുണ്ട്, അതുപോലെ മോഡുലസ് എയും മോഡുലസ് ബിയും വേണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ മോഡുലസ് എ എഴുതാം. മോഡുലസ് എ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 അല്ലെ, ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ which is equal to root of 1 plus 4 plus 9 which is equal to root 14. അതുപോലെ ബി എന്ന വെക്ടറിന്റെ മോഡുലസ് is equal to root 3 square plus minus 2 square plus 1 square which is equal to 9 plus 4 plus 1 which is equal to root 14. രണ്ട് root 14 കിട്ടി. ഇനി A dot B കണ്ടുപിടിക്കണം. A dot B നമുക്ക് സ്കെയിൽ ഇങ്ങനെ ഒരു വെക്ടർ ഫോമിൽ തന്നിരുന്നാൽ എങ്ങനെയാണ് അത് A dot B കാണുന്നത്? ഐയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക. സ്കെയിലാർ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുക. 1 into 3 plus minus 2 into minus 2 plus 3 into 1. ഇതാണ് A dot B. വളരെ എളുപ്പത്തിൽ നമുക്ക് A dot B കണ്ടുപിടിക്കാം. 1 into 3 3 minus 2 into minus 2 is plus 4, 3 into 1 is plus 3. 3 plus 3 6 plus 4 10. അപ്പൊ 10 ആണ് നമുക്ക് A dot B കിട്ടിയത്. ഇനി ആംഗിൾ കണ്ടുപിടിക്കാം. ആംഗിളിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കോസ് തീറ്റ ഈക്വൽ ടു A dot B 10 കിട്ടി. അതുപോലെ മോഡുലസ് A എന്ന് പറയുന്നത് റൂട്ട് 14, മോഡുലസ് ബിയും റൂട്ട് 14. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 by 14 അല്ലെ, റൂട്ട് 14 into റൂട്ട് 14 is 14. It is equal to 2 വെച്ച് ഡിവൈഡ് ചെയ്യുക 5/7. തീറ്റ ദ ആംഗിൾ ഈസ് കോസ് ഇൻവേഴ്സ് 5/7. 5/7 വേണമെങ്കിൽ പോയിന്റിൽ എഴുതി അതിന്റെ കോസ് ഇൻവേഴ്സ് വാല്യൂ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ച് എഴുതാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. കോസ് ഇൻവേഴ്സ് 5/7. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ I minus j ഓൺ ദ വെക്ടർ I plus j. ഇത്തരൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. നമുക്ക് രണ്ട് പേരൊക്കെ കൊടുക്കാം. ലെറ്റ് A is equal to I minus j and B is equal to I plus j. എക്കും ബിക്കും പേര് കൊടുത്തു. നമുക്ക് പ്രൊജക്ഷൻ ഓഫ് ദ വെക്ടർ A on B ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊജക്ഷൻ ഓഫ് ഈ വെക്ടർ ആണ് നമ്മൾ A കൊടുത്തത്. A on B എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? A dot B divided by modulus B. ഇവിടെ എന്താണോ വരുന്നത് അവിടെ ആ ഒരു വെക്ടറിന്റെ മോഡുലസ് ആയിരിക്കണം താഴെ എഴുതണം. ഓൺ വാട്ട്, ദാറ്റ് ഇസ് മോഡുലസ് താഴെ വരണം. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. A dot B by modulus B. ഈ മോഡുലസ് B ഇവിടെ നിന്ന് എഴുതാം. മോഡുലസ് B is equal to root of 1 square plus 1 square, that is root 2. ഇനി A dot B കൂടെ നോക്കാം. A dot B is equal to 1 into 1 plus minus 1 into 1 minus 1 into 1.
which is equal to 1 minus 1 is equal to 0. അപ്പോൾ A dot B 0 ആണ്. A dot B 0 ആണെന്ന മീനിങ് ഒക്കെ ഉണ്ട്. പെർപെൻഡിക്കുലർ ആയിരിക്കും, അതൊക്കെ നമ്മൾ പഠിച്ചാണ്, അതൊന്നും ചോദിക്കുന്നില്ല. പ്രൊജക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രൊജക്ഷൻ ഈസ് 0 അല്ലെ. അപ്പോൾ cos തീറ്റ പ്രൊജക്ഷൻ ഓഫ് പ്രൊജക്ഷന്റെ ഇക്വേഷൻ, projection is equal to projection of A on B is equal to A dot B യുടെ വാല്യൂ 0 മോഡുലസ് B root 2 it is equal to 0. പ്രൊജക്ഷൻ ഇല്ല എന്നാണ് മീനിങ്. അപ്പൊ A dot B 0 ആണെങ്കിൽ പ്രൊജക്ഷൻ ഇല്ല, A dot B 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ വെക്ടേഴ്സും ആയിരിക്കും. അപ്പൊ പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് നമുക്കറിയാം ഇങ്ങനെ വരുവാണെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു ഒരു മുകളിൽ നിന്നൊരു ടോർച്ച് അടിച്ചു കൊടുക്കുമ്പോഴുള്ള ആ ഒരു നിഴൽ എവിടെയാണോ വരുന്നത് അവിടെയാണ് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നിന്നൊരു നമുക്ക് ലൈറ്റ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്ത് പറ്റും, ഇവിടെ പ്രൊജക്ഷൻ ആ ഒരു നിഴല് വരാനുള്ളതല്ലേ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ പ്രൊജക്ഷൻ ഇല്ല, 0 ആണ് പ്രൊജക്ഷൻ. അപ്പൊ ഇതാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് വൈസ് നോക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലം ചോദിക്കുമ്പോൾ ജസ്റ്റ് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഹിയർ ദ പ്രൊജക്ഷൻ ഈസ് 0. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഈച്ച് ഓഫ് ദ ഗിവൺ 3 വെക്ടേഴ്സ് ഇസ് എ യൂണിറ്റ് വെക്ടർ. ഓൾസോ ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പൊ നമുക്ക് 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, ആ 3 വെക്ടറും യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ അത് പരസ്പരം പെർപെൻഡിക്കുലറും ആയിരിക്കണം. അപ്പൊ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ എന്തായാൽ മതി, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ 1 ആയാൽ മതി. മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് പ്രൂവ് ചെയ്യുക ഓരോന്നിന്റെയും. അതുപോലെ അതിന്റെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 എണ്ണം എടുത്ത് അതിന്റെ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടണം. അപ്പൊ അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഏത് 2 എണ്ണം എടുത്താലും അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 ആകണം, അതും കൂടി പ്രൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പേരൊക്കെ കൊടുക്കാം. ലെറ്റ് A B C. ഇനി ഓരോന്നിന്റെയും മോഡുലസ് എടുത്ത് നോക്കാം. മോഡുലസ് എടുക്കുമ്പോൾ ഇതിനകത്തുനിന്ന് മോഡുലസ് A എന്ന് പറയുന്നത് 1/7 അവിടെ ഉണ്ട്. എന്നിട്ട് ആ വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ മതി. ബാക്കി 1/7 എന്നുള്ള സ്കെയിലാർ ഉണ്ട്, അവിടെ കിടക്കുക. എന്നിട്ട് റൂട്ട് ഓഫ് 2 സ്ക്വയർ that is 4 plus 3 square is 9, 6 square is 36. അപ്പൊ നമുക്ക് 1/7 into റൂട്ട് 36 plus 4 49 വരും. 49ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7 ആണ്. 7/7 is 1. അപ്പൊ അതിന്റെ മോഡുലസ് നമുക്ക് 1 കിട്ടി. അതുപോലെ ഇവിടെ മോഡുലസ് B is equal to 1/7. ഇവിടെ വരുന്നത് 9 plus 36 plus 4. അവിടെയും റൂട്ട് 49/7 ആണ് വരുന്നത്, which is also 1. അവിടെ ബിയും നമുക്ക് യൂണിറ്റ് വെക്ടർ ആയിട്ട് കിട്ടി. അടുത്തത് മോഡുലസ് C ആണ്. മോഡുലസ് C is equal to 1/7 into root of 36 plus 4 plus 9 minus 3 square plus 9, which is equal to root 49/7, which is equal to 1. അപ്പൊ 3 നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്ത് കാണിച്ചാൽ മതി യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. നമുക്ക് ഇത് യൂണിറ്റ് വെക്ടർ ആണെന്ന് പ്രൂവ് ആയി. ഇനി ഓരോന്നിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് A dot B ആദ്യം നോക്കാം. A dot B is equal to 1/7 into 1/7. അത് ആദ്യം മാറ്റി എഴുതുക, സ്കെയിലർ ആണ്. 1/7 into 1/7 is 1/49. അത് ആദ്യം മാറ്റി എഴുതിയിട്ട് ഇനി ഇത് രണ്ടും കൂടി തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? 2 into 3 plus 3 into minus 6 plus 6 into 2. ഒരു സ്കെയിലാർ കമ്പോണൻസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു. അപ്പൊ 1/49 പുറത്തുണ്ട്. 2 into 3 is 6 minus 18 plus 12. 1/49 into 6 minus 18 എന്ന് പറഞ്ഞാൽ minus 12 ആവും. minus 12 plus 12 എന്ന് പറഞ്ഞാൽ 0 ആകും, which is equal to 0. നമുക്ക് A dot B 0 കിട്ടി. A dot B 0 കിട്ടിയെങ്കിൽ ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? A പെർപെൻഡിക്കുലർ ടു B എന്നാണ് ഇംപ്ലൈ ചെയ്യുന്നത് അല്ലെ. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ കോസിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണെങ്കിൽ കോസ് 90 0 ആകും. അങ്ങനെ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആകും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. A dot B equal to 0 implies A perpendicular to B. ഇതേപോലെ നമുക്ക് B dot Cയും അതുപോലെ B dot Cയും കാണണം. അതുപോലെ B തിരിച്ചു വന്നാലും അത് നമുക്ക് ഒരേ സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. B dot A ആയാലും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒന്നെടുത്ത് കാണിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് B dot Cയും കാണണം, അതുപോലെ എന്തുകൂടെ കാണണം? A dot Cയും കാണണം. അപ്പൊ ഇവർ രണ്ടുപേരെയും ചെയ്ത് കാണിച്ച് ഇതുപോലെ 0 ആണെന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. B perpendicular to C എന്നും A perpendicular to C എന്നും കിട്ടും. അപ്പൊ പരസ്പരം ഇവ പെർപെൻഡിക്കുലേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ these 3 vectors are mutually perpendicular to each other എന്ന് പറയാം.